എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ 3 ദിവസത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാരാന്ത്യ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന ശക്തമായിരിക്കുന്ന ഒരു പ്രചോദനം ഈ 3 ദിവസങ്ങളിലായി പങ്കുവയ്ക്കുവാൻ എന്നെ നിർബന്ധിക്കുകയാണ്. 1 ദിവസം ആഭ അനുഭവം, 2 ദിവസം കാത്തിരിപ്പിൻ്റെ അനുഭവം, 3 ദിവസം സൗഖ്യ അനുഭവം. മകളെ, സൃഷ്ട വസ്തുക്കളിൽ നിന്ന് സൃഷ്ടാവിൽ അലിഞ്ഞു ചേരുന്നതാണല്ലോ ധ്യാനം. ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മനസ്സിനെ പിതാവിൻ്റെ പക്കലേക്ക്, സ്വർഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നതാക്കുന്നതാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം. പിതാവായ ദൈവം ഒരു അറിവായാൽ മാത്രം പോരാ, പുത്രനായ ദൈവം ഒരു അറിവായാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവായ ദൈവം ഒരു അറിവായാൽ മാത്രം പോരാ, ഒരു അനുഭവമായി മാറണം. സ്വന്തം ഹൃദയത്തെ കാണാനും മറന്നുപോയവ കൈവിട്ട് കളഞ്ഞതുമായ ചില നന്മകളെ ഓർമ്മപ്പെടുത്തുവാനും ഈ ധ്യാനചിന്ത നമ്മെ സഹായിക്കട്ടെ. ആത്മീയമായ ശിശുത്വത്തിലേക്ക് വളരുവാൻ സഹായിക്കട്ടെ. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ശിശുത്വം പുഷ്പിതമായി തീരുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയമായ പൗരത്വ ബോധം വളരുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. യേശുവിനോട് ഒന്നിച്ച്, പിതാവിനോട് ഒന്നിച്ച് ഇരിക്കാനും നടക്കാനും സംസാരിക്കാനും ഈ 3 ദിവസം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, എല്ലാ സമർപ്പിതരെയും, എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മകളെ, ഒരു പ്രാർത്ഥനാ ദിനമായി നമുക്ക് ഈ 3 ദിവസത്തെ ആഘോഷിക്കാം. പിതാവായ ദൈവം നമ്മിലേക്ക് കടന്നു വരുന്ന അനുഭവം ഉണ്ടാകട്ടെ. ആഭ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ആത്മീയ യാത്രയിൽ ആമുഖമായി തരുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 23 തിരുവാക്യം. ഈശോ അരുൾ ചെയ്തു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്തു വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എൻ്റെ പിതാവ്.
ദൈവത്തെ സ്നേഹിച്ച് ദൈവവചനം പാലിച്ച് കൽപ്പനകൾ അനുസരിച്ചാൽ ഒരു പാരസ്പരികത, ഒരു മ്യൂച്വൽ ഇൻഡ്വെല്ലിംഗ് നമ്മളിൽ സംഭവിക്കും. യേശുനാഥൻ്റെ ജീവിതം മുഴുവനായിട്ട് പരിശോധിച്ചാൽ അസ്തമിക്കാത്ത പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് പ്രഘോഷിക്കപ്പെടുന്നത്. ഈശോ പറഞ്ഞില്ലേ, വചനം പറഞ്ഞില്ലേ, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എങ്കിലും എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ടു പിരിയുകയില്ല. നമ്മൾ അവിശ്വസ്തരാണെങ്കിലും ദൈവം നമ്മോട് വിശ്വസ്തത കാണിച്ചുകൊണ്ടേയിരിക്കും. ഇവരുടെ മകളെ, പിതാവായ ദൈവം നമ്മോട് എപ്പോഴും മാപ്പും മോക്ഷവും മൈത്രിയുമാണ് സമ്മാനിക്കുന്നത്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമ്മോട് എപ്പോഴും മാപ്പും മോക്ഷവും മൈത്രിയുമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഈശോ എപ്പോഴും ആബാ പിതാവിനെ കുറിച്ചിട്ടാണ് തിരുവചനത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപാദ്യങ്ങൾ കണ്ടുമുട്ടുന്നത്. ആബാ പിതാവിൻ്റെ അനുഭവം അത്ര ശക്തമായിരുന്നു. ഈ അനുഭവമായിരുന്നു ദൈവമക്കളോട് അവിടുന്ന് പങ്കിട്ടത്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിർവഹിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വീണ്ടും പറയുന്നു, എൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നതാണ് എന്ന്. മകളെ, നമ്മളുടെ പ്രത്യേകമായിരിക്കുന്ന ഈ ആത്മീയ യാത്ര ആരംഭിക്കുകയാണ്. ആഭ അനുഭവത്തിൻ്റെ യാത്രയിലേക്ക് പ്രവേശിക്കുകയാണ്. ലൂക്കയുടെ സുവിശേഷം 3-ാം അധ്യായം 49-ാം തിരുവചനം. അവന് 12 വയസ്സായപ്പോൾ ജെറൂസലേമിലേക്ക് പോകുക അവൻ്റെ പതിവ് സ്വഭാവമായിരുന്നു. തിരുനാളിന് പോയി തിരിച്ചു വരുമ്പോൾ അവൻ കൂടെ ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കന്മാർ വേദനയോടെ അവനെ തിരക്കി അവൻ്റെ അടുക്ക എത്തി. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ആദ്യമായി പറഞ്ഞത് അതാണ്, അപ്പനെ കുറിച്ചിട്ടാണ്, ആബാ പിതാവിനെ കുറിച്ചിട്ടാണ്. അവസാനമായി പറഞ്ഞതും അതുപോലെ തന്നെയാണ്. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ആദ്യമായി പറഞ്ഞതും അവസാനമായി പറഞ്ഞതും പിതാവിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഈ ആഭ അനുഭവ ധ്യാനത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ സംരക്ഷണം, പിതാവായ ദൈവത്തിൻ്റെ കരുതൽ, പിതാവായ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഈശോ നമ്മോട് പറയുന്നത്. ആത്മീയ യാത്രയിലെ 2-ാം ഘട്ടത്തിൽ ഞാൻ കണ്ടുമുട്ടുന്നത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. ഈശോ ശിഷ്യന്മാരുമൊത്ത് കേസറിയ ഫിലിപ്പി ദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതാ ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഉടനെ യേശു അവനോട് പറഞ്ഞു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വെളിപാടുകളും വെളിപ്പെടുത്തലുകളും നമുക്ക് ലഭിക്കുന്നത് പിതാവിൽ നിന്നാണ്.
അതൊരു കൃപയാണ്, ദൈവകൃപയാണത്. ദൈവകൃപയില്ലാതെ ഒരു വ്യക്തിക്ക് വെളിവുകളോ വെളിപാടുകളോ സന്ദേശങ്ങളോ ലഭിക്കുന്നതല്ല. വീണ്ടും നാം വായിക്കുന്നു ലൂക്കയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അഗൈൻ, നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആരെയാണ് നമ്മൾ പ്രസാദിപ്പിക്കുന്നത്? ഇന്ന് ആരെയാണ് പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്? ദൈവത്തെയാണോ? ദൈവരാജ്യത്തെയാണോ? ലോകരാജ്യത്തെയാണോ? ആരെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇപ്പോൾ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശോ പറയുന്നു ലൂക്കയുടെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം, ചെറിയ അജഗണമേ, നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ദൈവം നമുക്ക് തരുന്നത് എന്തും നന്മയ്ക്ക് വേണ്ടിയാണ്. നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്നത് മാത്രമേ ദൈവം നമുക്ക് തരികയുള്ളൂ. ദൈവം തരാത്തത് പിശാചിൽ നിന്ന് ആരും തന്നെ ചോദിച്ചു വാങ്ങരുത്. നാം ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും ദൈവം നമുക്ക് നൽകിയാലും നൽകിയില്ലെങ്കിലും എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മക്കളെ, ചോദിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ദുഃഖിക്കരുത്. ചോദിക്കുന്നത് കിട്ടുമ്പോഴോ അമിതമായി സന്തോഷിച്ച് അഹങ്കരിക്കുകയുമരുത്. കിട്ടാത്തതിന് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിനീതരാകുക, എളിമയുള്ളവരായി തീരുക. കിട്ടാതെ വരുമ്പോഴോ നന്മയാണെന്ന് കരുതി ദൈവത്തെ കൂടുതൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല എന്നല്ലേ വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ചോദിക്കുന്നത് നൽകുന്നത് മാത്രമല്ല, ചോദിക്കുന്നത് നൽകാത്തതും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് കരുതുവാൻ സാധിക്കുമോ? സ്വീകരിക്കാൻ സാധിക്കുമോ? നമുക്ക് ആവശ്യപ്പെടുന്നതെല്ലാം നമുക്ക് നൽകാതെ വരുമ്പോഴും കാര്യം മനസ്സിലാക്കുക, ഞാൻ ആവശ്യപ്പെട്ടത് മുഴുവൻ തരാതെ വരുമ്പോഴും എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുമെന്നാണ് വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, ദൈവം ആഗ്രഹിക്കുന്നത്, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് നൽകും. വിശുദ്ധന്മാരുടെ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിശുദ്ധ അന്തോനീസ് ആഗ്രഹിച്ചത് ഒരു അഗസ്റ്റീനിയൻ സഭയിൽ ചേരാനാണ് വിശുദ്ധനായ അന്തോനീസ് ആഗ്രഹിച്ചത്. എന്നാൽ യേശു വിളിച്ചത് ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് ഒരു വിശുദ്ധനായി തീരാനാണ് യേശു വിളിക്കുന്നത്. വിശുദ്ധരായ ലൂയി മാർട്ടിനെയും സെലിംഗറിനെയും വൈദികനാകാനും ഒരു കന്യാസ്ത്രീയാകാനും പോയവരാണ്. അതാണ് അവരുടെ ആഗ്രഹമായിരുന്നത്. എന്നാൽ യേശു ആഗ്രഹിച്ചത് വിശുദ്ധ കൊച്ചു ത്രേസ്യായിക്ക് ജന്മം നൽകുന്ന അപ്പനും അമ്മയുമായി തീരാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധനായിരിക്കുന്ന അൽഫോൻസ് ലിഗോരി അറിയപ്പെടുന്ന ഒരു വക്കീലായി തീരാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ യേശു ആഗ്രഹിച്ചത് വിശുദ്ധനായ ഒരു വൈദികനാകുക, അദ്ദേഹത്തിലൂടെ ദിവ്യരക്ഷകന്റെ സഭ എന്ന് പറയുന്ന സന്യാസ സമൂഹം സ്ഥാപിക്കുവാനാണ് ആഗ്രഹിച്ചത്. വിശുദ്ധനായ ചാവറ പിതാവിന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെങ്കിലും ദൈവമായ കർത്താവ് യേശു ചാവറയച്ചനെ വിളിക്കുന്നത് ഒരു സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്ത് ഒരു വിശുദ്ധനായി തീരാൻ വേണ്ടിയിട്ടാണ് ചാവറയച്ചനെ വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല
ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. വചനം പറയുന്നു, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. മനുഷ്യർക്കൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാകും, ദൈവത്തിന് മാത്രമേ പദ്ധതിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മകളെ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം യേശുവിലൂടെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. നമ്മൾ കാണുന്നില്ലേ, ഏതു നിർണായക നിമിഷങ്ങളിലും പിതാവിനോട് ആലോചന ചോദിക്കാതെ, പ്രാർത്ഥിക്കാതെ യേശു ഒന്നും തന്നെ ചെയ്യുന്നില്ല. നമുക്കറിയാം, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് ഒരുമിച്ച്, അപ്പനോട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് രാത്രി മുഴുവൻ ചെലവഴിച്ചു. ദൈവരാജ്യത്തിൻ്റെ സ്റ്റാഫ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിസ്സാരമായ കാര്യമല്ല. ദൈവരാജ്യ നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ അപ്പാ വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് മലമുകളിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടോ? നിന്റെ മകനോ മകളോ ഒരു ജോലിക്കോ ഒരു ഉദ്യോഗത്തിനോ വിദേശ യാത്രയ്ക്കോ ഒരു വിവാഹത്തിനോ ഒരുങ്ങുമ്പോൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. ആഭ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും നാം കാണുന്നു, ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ശിഷ്യന്മാരുണ്ടായി. വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ സമയമായിരിക്കുന്നു, പിതാവേ സമയമായിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. പിതാവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അവിടത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. എന്താ കേട്ടത്? പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു, തൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജനകോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനൊരു മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ ആഭ അനുഭവ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, യേശു തൻ്റെ പിതാവായ ദൈവത്തിലൂടെ നമുക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഓർക്കുക, ലാസറിനെ ഉയർപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് യോഹന്നാന്റെ സുവിശേഷം 11:41 ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്നേഹിതൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ടാണ് കടന്നു വരുന്നത്. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന വിധം ഒന്ന് നോക്കിയേ. പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. തുടർന്ന് പറയുന്നു, അങ്ങ് എപ്പോഴും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരുമെന്ന് എനിക്കറിയാം. എന്നാലും എന്നെ അയച്ചത് അവിടെ നിന്നാണെന്ന് ചുറ്റുമുള്ള മക്കൾ ജനം അറിയേണ്ടതിന്, ജനം വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ലാസറേ, പുറത്തു വരിക. യെസ് പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ആ പ്രാർത്ഥനയുടെ വിധം നോക്കിയേ. നന്ദി പറയുക, ദൈവത്തെ സ്തുതിക്കുക, പ്രാർത്ഥന കേട്ടതിന് മുൻകൂട്ടി നന്ദി പറഞ്ഞുകൊണ്ട് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ഷുവറാണെന്ന് നോക്കിയേ. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പൻ സാധിപ്പിച്ച് തരുമെന്ന് അത്ര കോൺഫിഡൻ്റ് ആണെന്ന്. ഞാൻ വായിക്കുന്നില്ലേ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യം. തൻ്റെ ദുഃഖത്തിൻ്റെ നാളിൽ കെദ്രോൻ തോട് കടന്ന് ഗെത്സേമനിയിലെത്തി. അവൻ അല്പം ദൂരം മുന്നോട്ട് ചെന്ന് കവിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ച മകളെ, എൻ്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങേ ഇഷ്ടം നിറവേറട്ടെ. യേശുവിൻ്റെ പ്രാർത്ഥന നോക്കിയേ. പിതാവുമായിട്ടുള്ള ആ ആത്മബന്ധം നോക്കിയേ.
പിതാവുമായിട്ടുള്ള ആ സ്നേഹം എന്താ നോക്കിയേൻ, ആ ദൃഢതര അവസ്ഥ നോക്കിയേൻ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 25:34, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ വാരാന്ത ധ്യാനത്തിൽ സംബന്ധിക്കുന്ന നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി, നമ്മെ ഓരോരുത്തരും നോക്കിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, മരണത്തിന് ശേഷം ഒരു വിധിയുണ്ട്. ആ വിധി സമയത്ത് നമ്മൾ ഏത് സ്ഥാനത്തായിരിക്കും? വലതുവശത്ത് നിൽക്കുന്ന ചെമ്പരാടികളുടെ വശത്താണോ, അല്ലെങ്കിൽ കോലാടുകളുടെ വശത്ത് ഇടതുവശത്താണോ? എന്തായാലും ഒന്ന് ഉറപ്പാണ്, മനുഷ്യൻ ഒരിക്കൽ മരിക്കണം. അതിനുശേഷം വിധിയുണ്ടാകും. ഒന്നുകിൽ കതിരായി സ്വർഗീയമായ അറപ്പുരയിലേക്ക് പ്രവേശിക്കാം, അല്ലെങ്കിൽ പതിരായി നിത്യ നരകാഗ്നിയിലേക്ക് പോകാം. ഏത് വേണം നമുക്ക്? ഇന്ന് ഇരുന്ന് വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ചോദിക്കുകയാണ്, തീരുമാനമെടുക്കാൻ. തീരുമാനം നമ്മുടെ കൈവശമാണ്. ഒന്നുകിൽ കതിരായി തീരാം, അല്ലെങ്കിൽ പതിരായി തീരാം. ഏത് വേണമെന്ന്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, സഹോദരി സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിൻ്റെ വലിയ അനുഭവം, അനുഭവം എപ്പോഴെങ്കിലും നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി നീ ഉപവസിക്കാറുണ്ടോ? പ്രായശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല എങ്കിൽ ഈ 3 നാൾ ദിവസത്തെ പ്രത്യേകമായി മണിക്കൂറിൽ അപ്പനോട് പറയും, അപ്പാ ദൈവമേ, എനിക്ക് ഒരു അനുഭവം എനിക്ക് തരണമേ എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ പ്രാവശ്യമാണ് പിതാവായ ദൈവം നമ്മെ പൊതിഞ്ഞു സൂക്ഷിച്ചിട്ടുള്ളത്. എത്രയോ പ്രാവശ്യമാണ് നമ്മെ മറച്ചു പിടിച്ചിട്ടുള്ളത്. നമ്മുടെ അപകടങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ നമ്മുടെ ഓരോരുത്തരുടെ രഹസ്യ പാപങ്ങൾ എത്രയോ പ്രാവശ്യം യേശു മറച്ചു പിടിച്ചിട്ടല്ലേ ഇന്ന് നമ്മൾ ഓരോരുത്തരും ഷാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ധൂർത്തപുത്രനെ പന്നിക്കുഴിയിൽ നിന്ന് പിതാവ് രക്ഷിച്ചു, സ്നേഹിച്ചു, വീണ്ടും പുത്രനായി സ്വീകരിച്ചു. ഇതുപോലെ നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാനും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനുമായി പിതാവായ ദൈവം നിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ലേ? പിശാച് കടന്നു വരുന്ന വാതിലുകൾ നീ അടയ്ക്കണം. പിശാച് കടന്നു വരാനുള്ള വാതിലുകൾ, നിന്റെ ഹൃദയത്തിൻ്റെ വാതിലുകൾ, നിന്റെ കുടുംബത്തിൻ്റെ വാതിലുകൾ, നിന്റെ സ്ഥാപനത്തിൻ്റെ വാതിലുകൾ, നിന്റെ ശുശ്രൂഷയുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കണം. എന്നാലാണ് പിതാവായ ദൈവത്തിന് എന്നിലേക്ക് കടന്നു വരാൻ സാധിക്കുക. യേശു പറഞ്ഞില്ലേ, കള്ളൻ വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനും മോഷ്ടിക്കാനുമാണ് എന്ന്. മകളെ, യേശു പിശാചിനെ പരാജയപ്പെടുത്തി. അതുകൊണ്ട് പിശാചിൻ്റെ തന്ത്രം, ഒരു ഹിഡൻ അജണ്ട, തന്നെ പരാജയപ്പെടുത്തിയ യേശുവിൽ നിന്ന് സർവരെയും അകറ്റുക, പിതാവിൽ നിന്ന് സകലരെയും അകറ്റുക, യേശു സ്ഥാപിച്ച തിരുസഭയിൽ നിന്നും അകറ്റുക, യേശു സ്ഥാപിച്ച കൂദാശകളിൽ നിന്ന് അകറ്റുക, യേശു സ്ഥാപിച്ച കുടുംബത്തിൽ നിന്ന് അകറ്റുക, യേശുവിൻ്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് അകറ്റുക,
യേശുവിൻ്റെ അമ്മയിൽ നിന്ന് അകറ്റുക, യേശുവിന് വേണ്ടി ജീവിച്ച വിശുദ്ധന്മാരിൽ നിന്ന്, രക്തസാക്ഷികളിൽ നിന്നും അകറ്റുക, ആത്മീയ കൂട്ടായ്മയിൽ നിന്നും അകറ്റുക എന്ന് പറഞ്ഞാൽ വിച്ഛേദിക്കാൻ, തകർക്കാൻ പിശാച് ഇറങ്ങിയിരിക്കുകയാണ്. അനുഭവ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പിതാവിൻ്റെ അനുഭവം കിട്ടിയാൽ ഈ അന്ധകാരത്തെ തകർക്കാൻ സാധിക്കുമെന്ന്, കുടുംബത്തിൻ്റെ അന്ധകാരത്തെ, സ്ഥാപനങ്ങളുടെ കെട്ടുകളെ, സഭകളുടെ കെട്ടുകളെ, ശുശ്രൂഷകളുടെ കെട്ടുകളെ അയക്കാൻ സാധിക്കണമെങ്കിൽ, തകർക്കാൻ സാധിക്കണമെങ്കിൽ അനുഭവം നമുക്ക് കൂടിയേ മതിയാവൂ. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം സുദൃഢമായി തീരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആഗ്രഹിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലോ, എൻ്റെ കുടുംബത്തിലോ, എൻ്റെ സമൂഹത്തിലോ, എൻ്റെ സഭയിലോ, എൻ്റെ ഇടവക പ്രവർത്തനങ്ങളോ മുന്നോട്ട് പോകാത്തപ്പോഴും, അനിഷ്ടകരമായ വിധത്തിൽ സമൂഹ പ്രവർത്തനങ്ങൾ എന്നോട് പ്രതികരിക്കുമ്പോഴും പ്രാർത്ഥനയോടെ അതിനെ സ്വീകരിക്കാൻ സാധിക്കുമോ? പിറുപിറുപ്പില്ലാതെ അതിനെ സ്വീകരിക്കാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ അനുഭവ ധ്യാനത്തിൻ്റെ ഒരു മോഡൽ ഞാൻ കാണുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം. ഇതാ, ദാരിയൂസ് രാജാവ് യഹൂദർക്കെതിരെ നിയമത്തിന് മുദ്ര വെച്ചു. അത് ദാനിയേൽ അറിഞ്ഞു. ദാനിയേൽ എന്താ ചെയ്തത്? മുദ്ര വെച്ചു എന്നറിഞ്ഞപ്പോൾ ദാനിയേൽ വീട്ടിലേക്ക് ഓടി, എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിയെന്ന്. അവൻ അവിടെ ചെന്ന് യെരൂശലേമിലേക്ക്, അന്നത്തെ പ്രാർത്ഥനാലയമാണ്, യെരൂശലേമിലേക്ക് തുറന്നിട്ടിരിക്കുന്ന കിളിവാതിൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, സ്തുതിച്ചു പ്രാർത്ഥിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവൻ്റെ ആ പ്രാർത്ഥന മോഡൽ ഒന്ന് മനസ്സിലാക്കിയേ. സഭയ്ക്കെതിരായോ നിനക്കെതിരായോ ഏതെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥനാ മുറിയിലേക്കാണ് ഓടിയത്. പ്രാർത്ഥനാ പായ വിരിച്ച് കരമുയർത്തി നീ പ്രാർത്ഥിച്ചാൽ വീണ്ടും നിനക്ക് സഭയെ സ്നേഹിക്കാൻ പറ്റും, സഭയെ അനുസരിക്കാൻ പറ്റും, സഭയോടൊത്ത് നിൽക്കാൻ സാധിക്കും, ആത്മീയ കൂട്ടായ്മയിലേക്ക് വരാൻ സാധിക്കും, ഇടവക പ്രവർത്തനങ്ങൾ പങ്കുചേരാൻ സാധിക്കും. ഇടവക കൂട്ടായ്മ നമ്മുടെ വീടാണ്. ആ വീടിൻ്റെ ഹൃദയം സക്രാരിയാണ്, അൾത്താരയാണ്. അൾത്താരയ്ക്ക് ചുറ്റുമാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, സിംഹത്തിൻ്റെ മുമ്പിലും വാളിൻ്റെ മുമ്പിലും വെടിയുണ്ടകളുടെ മുന്നിലും ജയിലിൻ്റെ മുന്നിലും മാരകമായ പീഡനത്തിലും ഭീകരമായിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലും സഭയിൽ ധീരതയോടെ നിൽക്കാൻ രക്തസാക്ഷികൾക്ക്, വിശുദ്ധന്മാർക്ക് എവിടെ നിന്ന് ശക്തി കിട്ടിയത്? പിതാവായ ദൈവത്തിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ട് ധീരതയോടെ പ്രവർത്തിക്കാൻ, സഭയുടെ അരുമകളായി തീരുവാൻ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് സഭ ഒരു സമരമുഖത്താണ്. സഭയുടെ പ്രവർത്തനങ്ങൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സഭയ്ക്ക് ഏറെ മുറിവുകളുണ്ട്, കുറവുകളുമുണ്ട്, വൈരൂപ്യങ്ങളുമുണ്ട്. എങ്കിലും സഭ യേശുവിൻ്റെതാണ്. യേശു സഭയെ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. യേശു ഉപേക്ഷിക്കാത്ത സഭയെ നമ്മൾ എന്തിനാണ് ഉപേക്ഷിക്കുന്നത്? എൻ്റെ മകളെ, വിശുദ്ധന്മാർക്കറിയാം അവർക്കുണ്ടായിരിക്കുന്ന മുറിവുകളെല്ലാം തിരുമുറിവുകളാക്കാൻ ഇതിൻ്റെ ഉടയവന് സാധിക്കും, പിതാവായ ദൈവത്തിന് സാധിക്കും. എന്നെ മുറിപ്പെടുത്തിയവരിലേക്കോ എനിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞവരിലേക്കോ വിശുദ്ധന്മാർ നോക്കിയില്ല. അത് സമ്മാനിച്ച അപ്പൻ്റെ ഹൃദയത്തിലേക്കാണ് അവർ നോക്കിയത്. അതുകൊണ്ടാണ് അവരെ വിശുദ്ധരായി തീരാൻ ഇടവന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം തുറന്നു പറയുകയാണ്. അനുഭവത്തിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന 4 കാര്യങ്ങളുണ്ട്. 1, തിരുസഭയെ നഷ്ടപ്പെടുക. 2, കുർബാനയെ നഷ്ടപ്പെടുക. 3, പരിശുദ്ധ അമ്മയെ നഷ്ടപ്പെടുക.
4, പരിശുദ്ധാത്മ നഷ്ടപ്പെടുക. ഇത് ആഭ അനുഭവം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ബ്ലോക്കുകളാണ്. ആരിതിനെതിരെ പടവെട്ടുന്നുവോ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുവോ, പിശാചിന്റെ തന്ത്രങ്ങൾ അവരുടെ ഇടയിൽ വില പോകുകയില്ല എന്ന് യേശുവിന്റെ നാമത്തിൽ അസന്നിഗ്ധമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മകളെ, ഇന്ന് നമുക്ക് ആവശ്യം വിമർശകരെയല്ല, വിശുദ്ധന്മാരെയാണ് ആവശ്യം. ഇന്ന് നമുക്ക് ആവശ്യം പരാതി പറയുന്നവരെയല്ല, പ്രാർത്ഥിക്കുന്നവരെയാണ് ഇന്ന് ആവശ്യം. യേശുവിൻ്റെ രൂഢമൂലമായ ആഭ അനുഭവം നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തട്ടെ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ വിശദീകരിക്കട്ടെ, നമ്മുടെ കുടുംബ ജീവിതങ്ങളെ നവീകരിക്കട്ടെ, നമ്മുടെ സഭാ ജീവിതത്തെ ആശീർവദിക്കട്ടെ. പുതുജീവിതത്തിൻ്റെ ചലനങ്ങൾ നമ്മളിലൂടെ നടക്കട്ടെ. നീ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, വചനം ശ്രവിക്കുന്ന സ്ഥലത്ത് നിന്ന് സഭയിലേക്ക് വലിയതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒഴുകട്ടെ. ദൈവികമായ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ തിരികെ തരുന്ന പിതാവായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൽ നിന്ന്, പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടില്ല. പണിതുയർത്താൻ പറ്റാത്ത വണ്ണത്തിൽ ഒന്നും തകർക്കപ്പെട്ടിട്ടില്ല. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വളരാം. പുത്രനായ യേശുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ നമുക്ക് വളരാം. പരിശുദ്ധാത്മന്റെ കരുതലിൽ നമുക്ക് ജീവിക്കാം. തിരുസഭ നമ്മിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം പാടിപ്പുകഴ്ത്താം. വചനത്തിൻ്റെ പ്രകാശം നമ്മിൽ വന്ന് നിറയട്ടെ. ആഭ അനുഭവത്തിൻ്റെ സാക്ഷികളും പ്രവാചകരുമായി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് ആഭ അനുഭവം നമുക്ക് സമ്മാനിക്കുന്നത്. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമാണ്. മക്കളെ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം. കർത്താവേ മഹത്വം, മഹത്വം, മഹത്വം. കർത്താവിന്റെ വലിയ അത്ഭുതം, പിതാവായ ദൈവത്തിന്റെ അനുഭവം, ആഭ അനുഭവം സർവ്വനും ഒന്ന് നിറയട്ടെ. യേശുവേ രക്ഷകാ, എൻ പ്രിയനേ യേശുവേ രക്ഷകാ, നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യന്നേ. നിൻ കരമെൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യന്നേ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ആബാ പിതാവേ,
അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ദൈവപിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. സ്നേഹപിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന 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 അങ്ങേക്ക് ആരാധന. 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 മകളെ, ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്കാവശ്യമുള്ളതെല്ലാം നൽകും. ഇന്ന് നമ്മൾ ദാഹത്തോടിന്ന് പ്രാർത്ഥിച്ച മകളെ, പിതാവേ, ഒരു ആഭ അനുഭവം എനിക്ക് തരണമേ എന്ന് ഒന്ന് ദാഹിച്ച് പ്രാർത്ഥിച്ചേൻ. ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, അവിടത്തോട് നന്ദി പറയുമ്പോൾ പിതാവായ ദൈവം തൻ്റെ മക്കളുടെ പ്രാർത്ഥനകളിലേക്ക്, അവിടെ നിയോഗങ്ങളിലേക്ക് കടന്നു വരും. ഒരു പക്ഷേ നീ പരാജിതനായിരിക്കാം, ഒത്തിരിയേറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവരായിരിക്കാം, രോഗത്തിലും വേദനയിലും കിടന്ന് കഷ്ടപ്പെടുന്നവരായിരിക്കാം. നിന്റെ സാഹചര്യം നിനക്കെതിരായാലും ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ തിരമാലകൾ പോലെ പ്രശ്നങ്ങൾ വരുന്നവർ ധാരാളം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം പിടിച്ച് പ്രത്യാശയിലൂടെ ദൈവമായ കർത്താവ് നമ്മെ നയിക്കും. പിതാവായ ദൈവം നമ്മെ നയിക്കും. വിശ്വസിക്കുക, പിതാവായ ദൈവത്തിന്റെ സമ്പന്നതയിൽ നിന്ന് മോനെ മോളെ നിനക്ക് ആവശ്യമുള്ളത് കർത്താവ് തന്നുകൊള്ളും. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ അകൃത്യങ്ങളെല്ലാം നിന്റെ ജീവിതം വിട്ടുപോകും. സ്തുതിക്കുമ്പോൾ ക്ഷമിക്കുവാനുള്ള കൃപ കിട്ടും. കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, പിതാവായ ദൈവം കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും. കരമുയർത്തി ഒറ്റ വിളി വിളിച്ച് യേശുവേ. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. എല്ലാവരും അനുഭവിച്ച് ആലപിച്ചേ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. മക്കളെ, ആഭ അനുഭവം ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? വിശ്വാസികൾ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നാഥാ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിലും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദിമ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്കും അവർ സമ്മേളിച്ചിരുന്ന വീട്, സ്ഥലം കുലുങ്ങി.
ഇങ്ങനെ ഒരു കുലുക്കം നീ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലോ പ്രാർത്ഥിക്കുന്ന സമയങ്ങളോ നിനക്കുണ്ടായിട്ടുണ്ടോ? സീനായ് മലയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഹൊറീബ് മലയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ചെങ്കടൽ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയപ്പോൾ ഉണ്ടാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, നിന്റെ സങ്കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഈ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരട്ടെ. ബുദ്ധിമുട്ട് വരുമ്പോൾ പിതാവിന്റെ പക്കലേക്ക്, അപ്പന്റെ പക്കലേക്ക് കരമുയർത്തുക. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കടന്ന് പ്രാർത്ഥനാപ്പായ വിളിച്ച് അപ്പാ അപ്പാ എന്നൊന്ന് വിളിക്കുക. രണ്ട് കരമുയർത്തുക, തന്നെ ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ, മഹത്വം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. അപ്പന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ നിറവേറ്റണം. അവരാണ് മക്കൾ എന്ന് പറയുന്നത്. എൻ്റെ വാസസ്ഥലം അവരുടെ മധ്യത്തിലായിരിക്കും. ഞാൻ അവരുടെ ദൈവവും അവർ എനിക്ക് മക്കളുമായിരിക്കും. ഇവിടെ മക്കളെ, നഷ്ടപ്പെട്ടു പോയ സമ്പത്തിനെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ ജോലിയെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ സന്തോഷ അനുഭവങ്ങളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത്, എനിക്കിവയെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് വേദനിക്കേണ്ട. നമുക്ക് കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താം. പിതാവായ ദൈവത്തിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഒന്ന് വിളിച്ച് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പോരാ പോരാ പോരാ, കർത്താവെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി പിതാവേ, സ്തോത്രം. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. വചനം പറയുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റും. ഇനിമേൽ മരണമുണ്ടായിരിക്കുകയില്ല, ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. അപ്പനാണ് ഈ പറയുന്നത്. നിന്റെ പരാജയത്തിന്റെ കഥ തീർന്നു, നിന്റെ അപമാനത്തിന്റെ കഥ തീർന്നു, അവഗണനയുടെ കഥകൾ അവസാനിച്ചു, കണ്ണുനീരിന്റെയും അലച്ചിലിന്റെയും കഥകൾ അവസാനിച്ചു. പിതാവായ ദൈവം അപ്പാ കരയുന്ന മക്കളുടെ കണ്ണുനീരിലേക്ക് കടന്നു വരണമേ. കരം ഉയർത്തി കഥനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പിതാവായ ദൈവം പറയുന്നത് കേൾക്കുന്നില്ലേ? മനുഷ്യന്റെ ചെയ്തികളെല്ലാം ഞാൻ കാണുന്നു, അവന്റെ പാതകളെ ഞാൻ ശോധനം ചെയ്യുന്നു. സ്വർഗീയ പിതാവ് നടാത്ത എല്ലാ ചെടികളെയും എല്ലാ മനോഭാവങ്ങളെയും എടുത്തു മാറ്റുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ അലസത, നിന്റെ അജ്ഞത, നിന്റെ അന്ധകാരം, പാപകരമായ ജീവിതം, ആഭിചാര പ്രവർത്തികൾ, അശുദ്ധി, ജഡമോഹം, വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ആത്മഹത്യ പ്രവണത എടുത്തു മാറ്റാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. ലോക സുഖങ്ങളുടെ പിന്നാലൂടെ പരക്കം പാച്ചിൽ നിർത്തു സഹോദര സഹോദരി. പിതാവായ ദൈവത്തിന്റെ സ്നേഹം നിനക്ക് അനുഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്താം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഒരു മഴ പോലെ കിരിഞ്ഞിറങ്ങട്ടെ. പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. പിതാവായ ദൈവം
എത്രയോ നല്ലവനാണ്. അപ്പാ, വിവിധങ്ങളായ രാജ്യങ്ങളിൽ, വിവിധങ്ങളായ ആശ്രമങ്ങളിൽ, മഠങ്ങളിൽ, സമൂഹങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരിലേക്ക് അപ്പാ ഒന്ന് കടന്നു വരണമേ. ഇസ്രായേൽ ജനതയെ നയിച്ചതുപോലെ അവർക്ക് രാവും പകലും യാത്ര ചെയ്യുവാൻ, വഴി കാണിക്കുവാൻ മേഘസ്തംഭത്തെയും രാത്രിയിൽ പ്രകാശം നൽകുവാൻ അഗ്നിസ്തംഭത്തെയും നയിച്ചതുപോലെ ഇന്ന് ഈ ആബാ അനുഭവ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ഒരുപക്ഷെ സഹോദര സഹോദരി, നീ ഒറ്റപ്പെട്ടേക്കാം, ഒരുപക്ഷെ നീ ഞെരുക്കപ്പെട്ടേക്കാം, ഒരുപക്ഷെ വിഷമിപ്പിക്കപ്പെട്ടേക്കാം, പീഡിപ്പിക്കപ്പെട്ടേക്കാം, പരാജയപ്പെട്ടേക്കാം. എങ്കിലും അപ്പൻ പറയുന്നു, പിതാവായ ദൈവം പറയുന്നു, മക്കളെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവിൻ്റെ ദൂതന്മാർക്ക് ചുറ്റും കാവൽ മാലാഖമാർ കാവൽ നിൽക്കുന്നുണ്ട്. പിതാവിൻ്റെ സ്നേഹം, പുത്രന്റെ സ്നേഹം, പരിശുദ്ധാത്മന്റെ സ്നേഹം അഗ്നിയായിട്ട് നീ ആരാധിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി വരട്ടെ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം കണ്ണുകളടച്ച് കരങ്ങൾ കുപ്പി ഹൃദയം കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തുക, ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കുക. ഇതാ ദൈവമായ കർത്താവ് ഈ ആഭാ അനുഭവ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ചെറിയവൻ മുതൽ വലിയവൻ വരെ ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ. ഇതിൽ സംബന്ധിക്കുന്ന ഏതെങ്കിലും രോഗികളുണ്ടെങ്കിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കാൻ അപ്പാ നീ കടന്നുകളടവേ. മാനസിക വ്യത അനുഭവിക്കുന്നവർ, ശാരീരികമായ രോഗം അനുഭവിക്കുന്നവർ, കുടുംബ തകർച്ച വന്നിട്ടുള്ളവർ, ഒരിക്കലെങ്കിലും ഒരു പിതാവിന്റെ അനുഭവം കിട്ടാത്തവർ, ഇപ്പോൾ പിതാവേ നീ കടന്നു വരണം, നീ അനുഗ്രഹിക്കണം. അവിടെ സങ്കടങ്ങളിൽ നീ ആശ്രയം അരുളണം. പാമ്പിന്റെ മേൽ, തേളിന്റെ മേൽ ചവിട്ടി നടക്കാൻ കർത്താവിത അനുഗ്രഹം തരുന്നു. നിന്റെ എല്ലാ തിന്മയുടെ കെട്ടുകൾ ഇപ്പോൾ പൊട്ടുന്ന സമയമാണ്. കരമുയർത്തി ഉയർത്തി കഥാനെ സ്തുതിക്കട്ടെ. പിതാവേ, പിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. നമുക്ക് മുട്ടുകൾ കുത്താം, യേശുവിലേക്ക് മാത്രം നോക്കാം. യേശു വെളിപ്പെടുത്തുന്ന അപ്പൻ്റെ സ്നേഹം. നീ മുട്ടുകുത്തി നിൽക്കുന്ന നിന്റെ ആ കൊച്ചു മുറിക്കകത്ത്, നീ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്ത്, ഇതാ പിതാവായ ദൈവം നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് കാണുന്നില്ലേ? നമ്മെ മറച്ചു പിടിക്കുന്നത് കാണുന്നില്ലേ? പിതാവിൻ്റെ സ്നേഹമാണ് യേശുവിലൂടെ നമുക്ക് കരഗതമായത്. ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ധൈര്യം പകരാൻ കർത്താവ് പറയുന്നുണ്ട്. തളരരുത്, കരുത്താർജിക്കുക. നിന്റെ ആത്മീയ യാത്രകളിൽ തളരരുത്, നിന്റെ കുടുംബ ജീവിതത്തിൽ തളരരുത്, കരുത്താർജിക്കുക. ഞാൻ നിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പ്രത്യാശയുടെ കവാടങ്ങളിൽ നിന്നെ നയിക്കും. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് ഏറ്റുവാങ്ങാം. കരങ്ങൾ കുപ്പി പിടിച്ച് ഒന്ന് അവിടത്തേക്കൊന്ന് ഉറ്റുനോക്കിയേ, സൂക്ഷിച്ചു നോക്കിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി കഥാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, 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 പോരാ. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, ഹൃദയത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പം കൂടി സ്വരമുയർത്തി കഥാനെ സ്തുതിച്ച മകളെ, സ്വരമുയർത്തി കഥാനെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടിക്കൊണ്ട് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന 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 അങ്ങേക്ക് ആരാധന. ആരാധന ആരാധന